ഹലോ വെൽക്കം ബാക്ക് ടു എമ്മി മലബാർ. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ചെയ്തെടുക്കുന്നത്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഈവനിങ് സ്നാക്കായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു കിഡിലെ റെസിപ്പി. ഇത് മുംബൈ സ്ട്രീറ്റ് ഫുഡിലെ ഫേമസ് ആയിട്ടുള്ളൊരു സ്ട്രീറ്റ് ഫുഡാണ്. അപ്പോൾ ഇത് ഞാൻ പക്ക ആ ഒരു രീതിയിലല്ല ചെയ്തെടുക്കുന്നത്. നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാൻ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അത് ചൂടായി വന്നാൽ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ബട്ടർ ചേർത്ത് കൊടുക്കുക. ബട്ടറിന് പകരം സൺഫ്ലവർ ഓയിൽ ചേർത്താലും മതി. ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് കൊത്തി എരിഞ്ഞിട്ടുണ്ട്, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്, അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഈ ടൈമിൽ ഉപ്പ് ചേർത്തിട്ടില്ല. ഇതിൻ്റെ കളറൊക്കെ മാറിയിട്ടൊരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ നമ്മൾ ഇതിലിട്ടിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ പാവ് ബാജി എല്ലാവർക്കും അറിയുന്നുണ്ടാകുമല്ലോ, നല്ല ഫേമസ് ആയിട്ടുള്ള സ്ട്രീറ്റ് ഫുഡാണ്. അപ്പോൾ അത് സാധാരണ സെർവ് ചെയ്യുന്നത് കറി വേറെ സെപ്പറേറ്റും പിന്നെ പാവ് വേറെ അങ്ങനെയാണ് അത് സെർവ് ചെയ്യാറ്. പക്ഷെ ഞാനിപ്പം നമ്മുടെ വടാപ്പാവൊക്കെ ചെയ്തെടുക്കുന്ന പോലെ അതിനുള്ളിൽ സ്റ്റഫ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ ചെയ്തെടുത്താലും വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ ഉറപ്പായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണം. സവാളയും വെളുത്തുള്ളി ഇഞ്ചിയും എല്ലാം നല്ലതുപോലെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ എടുത്ത സവാളൻ്റെ അതേ വലിപ്പത്തിലുള്ള തക്കാളി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ചേർക്കണം. പച്ചമുളക് എൻ്റെ കയ്യിൽ ഇപ്പോൾ പേസ്റ്റ് ആയിട്ടുണ്ടായതിൻ്റെ പേരിൽ ഞാൻ 1 ടീസ്പൂൺ അളവിൽ പച്ചമുളകിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതില്ല എങ്കിൽ നിങ്ങൾ ഒരു 2 പച്ചമുളക് നിങ്ങൾ ചെറുതായിട്ട് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. തക്കാളി ഇപ്പോൾ നല്ലതുപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ തീ വളരെ കുറഞ്ഞ തീയിൽ വെക്കുകയാണ്. എന്നിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി ചില്ലി പൗഡർ ആണ് എടുത്തിട്ടുള്ളത്. ഇതില്ലെങ്കിൽ സാധാ മുളക് പൊടി എടുത്താലും മതി. പിന്നെ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഈ റെസിപ്പിൻ്റെ മെയിൻ താരമായ നമ്മുടെ പാവ് ബാജി മസാലയാണ്. ഇതെല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ ഇത് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഈ പാവ് ബാജി മസാല ഉണ്ടാകുമ്പോഴാണ് ഇത് കഴിക്കാനായിട്ടൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഈ പൊടികളൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം, ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം പോകുന്നത് വരെ. പൊടികളുടെയൊക്കെ പച്ചമണം പോയി കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരല്പം കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം. അതായത് ഉണങ്ങിയ ഉലുവൻ്റെ ഇലയാണിത്. അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഉരുളൻകിഴങ്ങാണ്. ഒരു 2 ചെറിയ സൈസിലുള്ള ഉരുളൻകിഴങ്ങ് ഞാൻ വേവിച്ച് ഉടച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം മസാലയായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. സാധാരണ നമ്മൾ പാവ് ബാജി മസാല ചെയ്തെടുക്കുമ്പം ക്യാപ്സിക്കം ചേർക്കാറുണ്ട്, മല്ലിയില ചേർക്കാറുണ്ട്, ഗ്രീൻ പീസ് ചേർക്കാറുണ്ട്. ഈ 3 സംഭവം ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് ഡിന്നറിന് ഇത് ചെയ്തെടുക്കാറുണ്ട്, കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ ഡിന്നറിന് ഇതാണ് ഞങ്ങൾ ചെയ്തെടുത്തത്. അപ്പോൾ ഞാൻ കരുതി ഒന്ന് വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ നമ്മുടെ മസാല എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് അവസാനമായിട്ട് 1 ടീസ്പൂൺ അളവിൽ വിനീഗറോ അല്ലെങ്കിൽ ചെറുനാരങ്ങയുടെ നീരോ നമുക്ക് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാവ് ഒന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ ഇതാണ് പാവ്. ഈ പാവ് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് സെയിം റെസിപ്പി ബ്രെഡ് വെച്ചിട്ടും ചെയ്യാം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് പാവ് ചൂടാക്കിയെടുക്കാനായിട്ട് അതൊന്ന് സെൻറ്റർ പോർഷൻ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ പാനിലിട്ടിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ പാനിലേക്ക് ഞാൻ ഒരല്പം ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരല്പം ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താലും മതി. എന്നിട്ട് നമ്മുടെ പാവ് വെച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മതി. അപ്പോൾ നമ്മുടെ പാവെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ആ ഫില്ലിങ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് കഴിക്കാം. ഇത് ചൂടോടെ തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക, അപ്പോഴാണ് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടമാവും എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും ഇഷ്ടമാവും, അത്ര ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പാവ് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ബ്രെഡ് വെച്ചിട്ടും ചെയ്തെടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്